ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആഫ്റ്റർ എ ലോങ് ടൈം ഒരു വീഡിയോ ചെയ്യുകയാണ്. നമ്മൾ ഇനിപോലെ കണ്ടിന്യൂസ് കുറേ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എക്സ്പ്ലോർ ഇടുക്കി എന്നാണ് നമ്മുടെ ഇത്തവണത്തെ വീഡിയോയുടെ പേര്. ഇത് എപ്പിസോഡ് വൈസ് ആയിരിക്കും കൂടുതലും. ഇത്തവണ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്. ഹിസ് നെയിം ഈസ് ജാവിദ്. ഹീസ് ഫ്രം ബാംഗ്ലൂർ. നമ്മളിനി ഇതേപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇപ്പം നമ്മുടെ മാമലക്കണ്ടമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. മാമലക്കണ്ടം എറണാകുളത്തിൻ്റെ ഭാഗമാണ്. ഇവിടുന്ന് മാങ്കുളം ഇടുക്കി ജില്ലയാണ് വരുന്നത്. ഈ ഇടുക്കി ജില്ലയിലേക്ക് പോകുന്ന പുതിയ റൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പഴയ രാജപാത. അതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. കഴിഞ്ഞിട്ടില്ല, നമ്മൾ കുറേ ഓഫ് റോഡിങ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം പകുതി അടുത്തെത്താറായെന്ന് തോന്നുന്നു നമ്മൾ ഈ റൂട്ടിൽ. നമ്മളൊരു പുഴയുടെ എന്താ പറയുക തീർത്ഥാണ് നമ്മൾ ഉള്ളത്. ഇവിടെ ഒരു കിടിലൻ അറ്റ്മോസ്ഫിയറാണ്, കംപ്ലീറ്റ് ഒരു വൈൽഡ് ലൈഫ് ഫീല്. നമ്മൾ പോകുന്ന വഴിക്ക് അധികം ക്രൗഡോ കാര്യങ്ങളോ ഒന്നുമില്ല, മൊത്തത്തിൽ ക്ലീനാണ്. ആന ഇറങ്ങി വരുന്ന ആനച്ചാല്, ആന വഴിത്താറെന്നൊക്കെ പറയും. ആ ഒരു സംഭവങ്ങളും പിന്നെ ആനപ്പിണ്ടം കാര്യങ്ങളൊക്കെ വഴിയിൽ തന്നെ കിടക്കുന്നതാണ്. കാരണം നമ്മൾ മൈൻഡ് ഡിസ്റ്റർബ് ആവുമെങ്കിലും നമ്മൾ പോകുന്നത് ഒറ്റയ്ക്ക് ബൈക്കിലല്ല. നമ്മുടെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, കൂടെ ഒരു ജിമ്മിയുണ്ട്. നമ്മുടെ ഈ 2 വണ്ടിയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഉള്ള വീഡിയോകൾ നോക്കാം. ഫൈനലി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഓഫ് റോഡിങ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ക്യാമ്പ് ലൈറ്റ്സിലാണ്. ക്യാമ്പ് ലൈറ്റ്സ് മുടിപ്പാറ. ഞങ്ങൾ കവർ ചെയ്തിട്ട് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹിമാലയൻ്റെ അവസ്ഥ. നല്ല ഓഫ് റോഡിങ് ആയിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. കുറേ ചെളിയും കാര്യങ്ങളായിട്ടൊന്നും നല്ല വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും എന്താ പറയുക, ഇതിൻ്റെ ആകെപ്പാടെ നമുക്ക് നഷ്ടപ്പെട്ടേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ പാഡ് ഓഫ് സ്റ്റാൻഡിൻ്റെ അടിയിലുണ്ടായിരുന്നൊരു സ്റ്റാൻഡിൻ്റെ അടിയിലുണ്ടായിരുന്നൊരു പാടമൊക്കെ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെവിടെ വെച്ചാണ് ഓഫ് റോഡിൽ പോയെന്ന് എനിക്കറിയില്ല, അത് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെളിയായിട്ടുണ്ട്, അത്രയും നമ്മുടെ വണ്ടിക്ക് സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ജാവിദിൻ്റെ ജിംനി നമ്മുടെ വാട്ടർ ക്രോസ് ചെയ്ത സമയത്ത് നമ്പർ പ്ലേറ്റിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി 2 സ്ഥലത്താണ് സ്ക്രൂ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു, അതിന് ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ മാറ്റണം. പിന്നെ അതേപോലെ നമ്മുടെ ഈ അടിഭാഗത്ത് കുറച്ച് ചെറിയ ചെറിയ ചളുക്കങ്ങൾ, വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. വേറെ വലിയ നാശനഷ്ടം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ട്രിപ്പ് വെച്ച് നോക്കുമ്പോൾ ട്രിപ്പ് ഇസ് അമേസിങ്. ശരിക്കും ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇനി നമുക്ക് ജാവിദിൻ്റെ കൂടെയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കവർ ചെയ്ത് ജിത്തു, 2 പേരും നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ജിത്തു മൊത്തത്തിൽ? അടിപൊളി എക്സ്പീരിയൻസ്. പൊളിച്ചു. ഹെവി ഓഫ് റോഡിങ്. ഒരിക്കലും പോകാണ്ടിരുന്ന വളരെ മോശമായി പോയി കാണും. പോകാണ്ടിരുന്നെങ്കിൽ അല്ലേ, മിസ് ചെയ്യില്ലായിരുന്നു നമ്മൾ ഉറപ്പായിട്ടും. ഏറെക്കുറെ 1 മാസത്തിനകം ചിലപ്പോൾ അത് ക്ലോസ് ചെയ്യുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് എന്തായാലും പോകാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായി. പിന്നെ ഇന്ന് പോയപ്പോൾ 0 ക്രൗഡായിരുന്നു. ആകെപ്പാടെ ഞങ്ങളുടെ 2 വണ്ടിയും വേറെ 2 വണ്ടിയാണ് 2 hours ഡ്രൈവ് ചെയ്ത് ആ ഓഫ് റോഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ആൻഡ് വാട്ട് അബൌട്ട് ജാവിദ്, ഹൗ ഇസ് ദ റൈഡ്?
Yeah, it was the first time off-roading with the chimney. Stock Okay. chimney is not enough. Okay. I have to modify it. But anyways, the road was nice. And after so many years, it has been opened. Totally unexpected. Nice sceneries. We have videos we'll show. We'll cover some more places now. Definitely. After we'll continue the episode now, like explore Idiki. Explore This is just a first episode. Definitely. After all, we'll cover it lot of places. Okay. Yep, definitely. അപ്പോൾ നമ്മൾ ക്യാംലൈറ്റിൻ്റെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.